എന്തിട്ട് മക്കളെ പരിപാടി? രാവിലെ എന്തുട്ടാ ഇന്നലെ കിടന്നേക്ക് ഒരു തരല്ല. അങ്ങനെ ഇവിടുന്ന് പോകാന്നുള്ള പരിപാടി അതിൻ്റെ ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുക. ഒരു ചായ ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ കണ്ട മറ്റേ രാവിലെ അയാൾ കാലത്ത് കഴിഞ്ഞിട്ട് വീണ്ടും മോട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ തള്ളിക്കൊണ്ടിരിക്കുക. ഈ മനുഷ്യന്മാരെ വെറുപ്പിക്കില്ലേ അങ്ങനത്തെ രീതിയിൽ. ആദ്യം പറഞ്ഞു ഇവിടെ ഒരു ബാത്റൂം കൊണ്ട് ഇവിടെ യൂസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് രാത്രി കുളിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ രാവിലെ വന്ന് പറഞ്ഞു ഇത് തുറക്കണ്ട അവിടെ പോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് പറയും നീ എന്തിനാ അവിടെ പോയി ഇവിടെ വന്ന് പറഞ്ഞു. ജാതിയാണ് വേറെ ആൾക്കാർ വന്നിട്ട് കേരളത്തിൽ നിന്ന് വന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ അയാൾക്ക് സന്തോഷം. കേരളത്തിൽ നിന്നൊക്കെയാണ് അറിയില്ല അതൊക്കെ പറയണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ജാതി പെടാ ശരിയെന്ന് പറഞ്ഞു. എന്ത് ചെയ്യുക ഓരോരുത്തർ പെരുമാറ്റം. പക്ഷേ പാവാളാട്ടോ ആൾ കാര്യം അറിയണത്. ഇവരുടെ വിചാരി എന്താണെന്നറിയില്ല ഇങ്ങനെ ഒരു ദേഷ്യം പോലെയാണ് സംസാരിച്ചാണ്. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ റെഡി ആയിട്ടാണ് സംഭവം. ഓരോരുത്തർക്ക് ഓരോരുത്തരെ കണ്ടേജ് പിടിക്കണമെന്നുണ്ടാവില്ല. എൻ്റെ കോലൊക്കെ കണ്ടേജ് പിന്നെ അങ്ങനെയല്ലേ, പിന്നെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇന്നലെ നിന്നത് ഇവിടെയാണ്, ഈ ഗുരുദ്വാരയിലാണ്. അപ്പോൾ ഞാൻ ചായ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുക കേട്ടോ മക്കളെ. രജിത് ഇതൊക്കെ ഇവിടെയുള്ള ആൾക്കാരാട്ടോ, പഞ്ചാബികളാണ്. പഞ്ചാബി ഗായ്സ്. रजित भाई पहुंच चुके हैं जलंधर में और अमृतसर जा रहे हैं गोल्डन टेम्पल। इसके बाद जाएंगे कश्मीर और साइकिल पर यात्रा कर रहे हैं। मेरे सामने बड़ा चंगा लगे रजित प्राणु मिलके जो कि ऑल इंडिया टूर करते पहने जलंधर तो अमृतसर तो कश्मीर को सपोर्ट कीजिए और इनका पेज फॉलो और लाइक सब्सक्राइब करें। और हमारा विशेष है इनके साथ ये जल्दी से जल्दी पहुंचे और फिर कश्मीर जाएंगे। बेस्ट ऑफ लक रजित ब्रो। थैंक यू ब्रो। ओके ब्रो बाय. ओके गोइंग टू ड्यूटी यार. ഓക്കെ നോ പ്രോബ്ലം. कैरी ऑन. ഓക്കെ എന്തായാലും നല്ല സപ്പോർട്ടായിട്ട് കൊടുത്ത ആൾക്കാർ കണ്ടില്ലേ. എന്താ ചെയ്യാ, അത് പോയി. ബൈ ബൈ ഗായ്സ്. एक शूट है ये देखो भी भाई लोग बहुत दूर से आ रहे हैं और हमको रास्ते में मिल गए, हम रुक गए. പൂമഴിക്ക് കണ്ട കാഴ്ചയാണ് നോക്കിയേ. മൂട്ടിൽ പോയിടിച്ചിട്ടുണ്ട്, കറക്റ്റ് മൂട്ടില നിർത്തിയിട്ടുള്ള വണ്ടിയുടെ ബാക്കിലാണ് കൊണ്ടിട്ടാ. അങ്ങനെ മക്കളെ നല്ല വെയിലാട്ട പഞ്ചാബിൽ ഒരു രക്ഷയില്ല. അങ്ങനെ കുറേ ദൂരം വന്നു. ഒരു 12 മണിക്ക് നമ്മളെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് സ്ഥലം നോക്കിയിട്ട് കുറേ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. കടകളൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഏരിയ. അങ്ങനെ നോക്കുമ്പോൾ ദൈവം മറ്റേ നമുക്ക് വേണ്ടിയിട്ട് സ്ഥലം ഉണ്ടാക്കി വെച്ച പോലെ നോക്കി കറക്റ്റ് ഒരു ഒരു കട്ടിലും എടുക്കുന്നുണ്ട്. ആരുടെയാണോ എന്താണെന്ന് അറിയാം. സാധാരണ കട്ടിലൊന്നും ഇങ്ങനെ ഒറ്റയ്ക്കിട്ട് പോകാറില്ല. അങ്ങനെ 12 മണി തൊട്ടിട്ട് ഇപ്പോൾ 3 മണിയായി. ഇവിടെ ഉറങ്ങിയെന്നും പറയാൻ പറ്റില്ല. കെടുക്കുക എനിക്ക് സാധനങ്ങളൊക്കെ പോയെന്ന് പേടിച്ചിട്ടേ ഉറക്കാൻ റെഡി ആവുന്നില്ല. അങ്ങനെ പക്ഷെ എന്നാലും കുറേ നേരം റെസ്റ്റ് എടുക്കാൻ പറ്റി. കണ്ടില്ലേ ഫുള്ള് പാടാണ്. അങ്ങനെ 3 മണിയായി. അപ്പം ഇനി മെല്ലെ ഇവിടുന്നോണ്ട് പോകാൻ വിചാരിച്ചു. അതൊന്നും പറയണ്ട, നല്ല വെയിലാട്ടോ പഞ്ചാബിൽ. എളുപ്പമല്ല 37 കഴിഞ്ഞിരുന്ന് ഒരു രക്ഷയില്ലാതെ ചൂടാണ്. അത് ഈ വൈകുന്നേരം നമ്മൾ കൂടുതൽ ചൂട് സഹിക്കാൻ പറ്റാത്ത. അങ്ങനെ അപ്പോൾ ഇവിടുന്ന് മെല്ലെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകാനുള്ള പരിപാടി നോക്കാം ഇനി. അപ്പം ശരി കേട്ടോ. ആരോ ദൈവത്തിനെ പോലെ കൊടുന്നിട്ട് കട്ടില്ല, മറക്കില്ല എന്തായാലും. അങ്ങനെ ഇനി ഇവിടുന്ന് ഗോൾഡൻ ടെമ്പിളിലേക്ക് 7 കിലോമീറ്ററല്ലോ. 7 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ദൂരം. ഇതെന്തൊരു പെടപ്പം കവാടൊക്കെ കാണാണ്ടല്ലോ ഇവിടെ നോക്കിയേ. അമൃത്സർ, ജലന്ധർ. ഇതിപ്പോൾ എങ്ങോട്ടാ പോകണ്ട, നേരെ തന്നെ കൊണ്ടല്ലോ ഈ കവാടം. അമൃത്സറിലേക്ക് കയറണം. എൻ്റെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറണം. എൻ്റെ കവാടം കൊണ്ടിട്ടോ കാണിച്ചു തരാം. എല്ലാവരും കണ്ടെന്നിട്ട് കാത്തിരുന്നു. ചൂട് എളുപ്പമല്ല കേട്ടാ. ഇത് രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ചൂടുന്ന കുറഞ്ഞത് വെറുതെയാണ്. ഇവിടെ നല്ല ചൂട് തന്നെയാണ്, സഹിക്കാൻ പറ്റുള്ളിൽ ചില നേരത്ത്. എത്ര നേരമായിട്ടും ചൂടിന് ഒരു ശമനമില്ല മക്കളെ. എന്ത് ചൂടെന്നാ പറയുക, ഒരുമാതിരി വൃത്തിയായിട്ട് ചൂടെന്ന് പറയും. അങ്ങനത്തെ ചൂടാ. അയ്യോ ഇവിടെ എന്തായാലും പെട്രോൾ പമ്പിലിട്ട് അതിൻ്റെ അടിക്കൽ നടക്കില്ല. അതുകൊണ്ട് എന്തായാലും ഉണ്ടാ കവാടം നോക്കി സൂപ്പർ കവാടായിട്ടില്ലേ. ആദ്യം വലിപ്പുണ്ടല്ലോ, എന്ത് വലിപ്പം നോക്കി. ഇതിൻ്റെ മെയിൻ സാധനം കൊണ്ടിട്ടാ. അവിടെ എത്തിക്കഴിഞ്ഞാൽ വല്ല ബോർഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കി നോക്കാം. വല്ല ബൈക്കൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ സഹായിച്ചു കൊടുക്കാൻ കടന്നു നോക്കിയാൽ നീങ്ങണ പോലും ഇല്ല. ബൈക്കിലുള്ള ടയറൊക്കെ നോക്കിയ ഫ്രണ്ടിലത്തെ. ഓ
സഹായിക്കണമെന്നുണ്ട്. പക്ഷേ സൈക്ലിങ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഒന്ന് മക്കളെ മുടക്കം അവിടെ നോക്കിയാൽ എന്തൊരു സാധനമല്ല, എന്ത് വലിപ്പത്. ഇത് ഗോൾഡൻ ടെമ്പിളിക്കുള്ള ഞാൻ കൊണ്ടിട്ടാ, അതിൻ്റെ കാരണം കവാടം തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. അല്ലാണ്ട് ഇപ്പോൾ ഇത്രമാത്രം കവാടം ഒരു സ്ഥലത്തിന് വേണ്ടി വയ്ക്കാൻ സാധ്യത കുറവല്ലേ. നോക്കാം. ഗോൾഡൻ ടെമ്പിള് 6 കിലോമീറ്റർ അതിൻ്റെ ഇതിനുണ്ട്. ഇവിടെ നിന്ന് വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാം. അപ്പോൾ ശരി മക്കളെ, ഞാനേ ഒരു ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. ഇവിടെ വന്നിട്ടൊരു ഫോട്ടോ എടുക്കാം. കവാടം പുറമെന്ന് കാണാൻ യാതൊരു രസം കിട്ടാണ്ട. ഗോൾഡൻ കളർ, ഗോൾഡൻ കളർ അത് കാരണം ഗോൾഡൻ ടെമ്പിൾ അല്ലേ. അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ എത്തിയപ്പോഴാണെന്ന് വെച്ചാൽ ഗുരുദ്വാരയിൽ റൂം എടുക്കാൻ നോക്കിയപ്പോൾ രക്ഷയില്ല. ഗംഭീര തിരക്ക്, എന്ത് തിരക്കെന്ന് പറയുക. പിന്നെ പറഞ്ഞാൽ ഞാൻ റൂമുണ്ടോ എന്ന് വെച്ചാൽ റൂമുണ്ട്, പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഫാമിലിക്ക് 5 ആൾക്കാർ 4 ആൾക്കാർക്ക് കൊടുക്കാനുള്ള വലിയ റൂമാണ്. അപ്പോൾ പിന്നെ പുറത്ത് എന്തായാലും എടുക്കണം, ടെൻ്റ് അടിക്കാൻ പറ്റും. അത്രയും തിരക്കുള്ള സ്ഥലമാണ് ഇത്. അങ്ങനെ ഏറ്റവും അവസാനം 2000 രൂപയ്ക്ക് ഒരു റൂമിന് പറയണത്. 1500 2000 ഏറ്റവും ചുരുങ്ങിയെന്ന് പറയണത്. അങ്ങനെ ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞില്ല കാശിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ആള് ഇവിടെ വന്നിട്ട് ഒരു വലിയ ഹോട്ടലാട്ടോ, നല്ല റേറ്റുള്ള ഹോട്ടലാണ്. അവിടെ വന്നിട്ട് ഇവിടെ ലോക്കൊന്നും ഇല്ല, കണ്ടില്ലേ ലോക്ക്. അങ്ങനത്തെ ചെറിയ ലോക്കുണ്ട് ഇവിടെയൊക്കെ പൊട്ടിയിട്ടുള്ളത്. കോട്ടയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. സൈക്കിൾ ഉള്ളിൽ കയറ്റിക്ക്. ഇവിടെ മെയിനായിട്ട് സൈക്കിൾ പുറത്ത് വയ്ക്കാനേ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥ. അത്രയും തിരക്കുള്ളതല്ല. അങ്ങനെ റൂം സെറ്റാക്കി ഒന്നും സെറ്റായത് കാരണം കണ്ട അങ്ങനെ ഇതൊക്കെ സെറ്റായി. അപ്പോൾ ഇനി സൈക്കിളും വയ്ക്കാൻ പറ്റി, എല്ലാം വയ്ക്കാൻ പറ്റി. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടേക്ക് ഒന്ന് വെറുതെ നടന്നിട്ട് വരാം. എന്തായാലും വെറുതെ കുറേ ഉണ്ട് കൊണ്ട് നടക്കാനൊക്കെ, വെറുതെ പോയി നടന്നിട്ട് വരാം. അപ്പോൾ എന്തായാലും ലൈറ്റൊക്കെ ഓഫ് ചെയ്യാം. ഇതൊന്ന് പൂട്ടട്ടെ കേട്ടോ ആദ്യം. അങ്ങനെ നമുക്ക് റൂം തന്നത് ഇവിടെയാണ്. ഇവിടുത്തെ ആൾക്കാരാണ് റൂമൊക്കെ വന്നല്ല. ഇതാണ് റൂമിൻ്റെ സ്ഥലം. എന്തിൻ്റെ റൂമിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ എന്നാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ശ്രീ പഞ്ചാബ് ഗസ്റ്റ് ഹൗസ് ഏഷ്യൻ നോൺ AC, ഇതാണ് സംഭവം. അങ്ങനെ ഞാനൊന്ന് അങ്ങോട്ട് പോയി നടന്നിട്ട് വരാം കേട്ടോ. ഓക്കെ. ഇത് ഗോൾഡൻ ടെമ്പിളിൻ്റെ സൈഡ് ഭാഗം കേട്ടോ. റെസ്റ്റോറൻറ്റ് കാണാൻ ഫുള്ള് കടകളും കത്തികളും കാര്യങ്ങളൊക്കെയാണ്. മെയിൻ കത്തിയാണ് ഇവിടെ. കത്തി വാള് സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ. നോക്കി നല്ല പെടപ്പ സാധനമുണ്ട്, ഇടിവള പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. വളകൾ നോക്കി കുറേ സ്വീറ്റ്സ് ഐറ്റംസ് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. വാച്ചുകൾ, കത്തിയൊക്കെ ഉണ്ട് കുറേ സാധനം. നമുക്ക് വെറുതെ നടന്നിട്ട് പോവാം. ആള് വിളിച്ചിട്ട് ഉള്ള കട കാണിച്ചിട്ടുണ്ട്. शॉप का नाम क्या है? कैंट पंजाबी जूती. हाँ, मैं जैसे देख रहे का किधर से आया? मैं केरला से साइकिल में आएगा. अच्छा साइकिल. ये पंजाबी मॉडल है. पंजाबी मॉडल सारा दिखाता हूँ. केरल से किधर से? हैं? किधर से? इधर से कल केरल से किधर से आया? हाँ केरल तृश्शूर है. त्रिशूर. हाँ. गुरुवायूर गया. गुरुवायूर का 2 किलोमीटर मेरा घर है. तुम उधर आएगा? टेंपल मैं 3 टाइम गया. हाँ मेरा घर 2 किलोमीटर है उसके वहाँ से. गुरुवायूर. हाँ ये मेरा ID है, इसके मैसेज कर दो. दूसरा टाइम तुम गुरुवार में चल मैसेज कर दो, मैं उधर ही है. ओणम में आएगा. ओणम. हाँ ओणम अगस्त सितंबर. हाँ ये टाइम. फर्स्ट टाइम आया इधर. हाँ फर्स्ट टाइम है. ഇതൊക്കെ പഞ്ചാബിലത്തെ മെയിൻ വളകളാണ് കേട്ടോ. ഫുൾ ഇടിവള പോലത്തെ ഗംഭീര സാധനമുണ്ട്. ഇവരുടെ കത്തികളൊക്കെ ഉണ്ടാവും. നല്ല പെടപ്പം കത്തികളൊക്കെ ഉണ്ട് കേട്ടോ. ये कितना है? 200 का. ഓക്കെ 200 റുപ്യാണ്. 200 റുപ്യ കൂടുതല. ഈ സാധനമാണ് പെടപ്പ സാധനം. ഇത് നോക്കി നല്ല രസമുണ്ട് കാണാൻ. ഇത് ഇടിച്ചു കഴിഞ്ഞാൽ ഗംഭീര സാധനം. നീ ഇതേക്കിനേക്കാ. टेम्पल किधर है?
ലെഫ്റ്റ്. ഇവിടുന്ന് നേരെ പോയിട്ട് ലെഫ്റ്റിക്കാന്ന് പറഞ്ഞാൽ ഇത് മറ്റേ സാധനമൊക്കെ സ്വീറ്റ്സ് കുറേ ഉണ്ട് ഇവിടെ പറഞ്ഞ പോലെ. ഇനിയിപ്പോൾ ഇത് എന്തുണ്ടാവും ചെയ്യില്ല. ഇവിടുന്ന് പോയി കഴിഞ്ഞ് ഞാൻ ഇവിടേക്ക് വരാനുള്ള വഴിയില്ല, ഇത് മറക്കും. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് പോയ വഴി പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. ക്ലിയറൻസ് സെയിലാണ് 150 രൂപ ഷാലിനൊക്കെയാണ്. അങ്ങനെ ഇവിടെ നടക്കാൻ പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലല്ലേ. ഈ കയ്യും പറഞ്ഞ സാധനങ്ങൾ പിടപ്പം നടന്ന സാധനം കണ്ടിട്ടാ. ഇതൊക്കെ നോക്കി ഗംഭീര സാധനങ്ങളാ. എന്ത് വലുതാ വന്നിട്ടാ ഇട്ട് കിട്ടി കഴിഞ്ഞാൽ തെറിച്ചു പോകും. അതേപോലെ സാധനങ്ങളാ. ശരിക്കും ഇടി വേളാന്ന് അറിയില്ല. അതേപോലത്തെ സാധനങ്ങളാണ്. മണിക്കുട്ടിക്ക് അയച്ചു കൊടുക്കാൻ പറ്റിയുള്ള സാധനങ്ങളാണോ ഇതിൽ? നല്ല ചൂടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ചൂട് അവിടെ. ഈ വളകൾ കിടപ്പം നല്ല ഉണ്ട് കേട്ടോ. കുറേ എണ്ണോ വള ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ മറ്റേ സ്ഥലത്തേക്ക് എത്താൻ പറഞ്ഞാൽ എന്താ കത്തിയൊക്കെ കിടപ്പം നല്ല ഉണ്ട്. ഇവിടെ നിന്ന് ഇത്ര തിരക്ക് എല്ലാവരും. ആ വലിയൊരു കവാടൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ കവാടം എന്ന് പറയണത്. കണ്ടറിയാം നമുക്ക്. നല്ല ചൂടുണ്ട് കേട്ടോ. എന്ത് ചൂടെന്ന് പറയാം. ഇതെന്തിട്ട് സാധനം ഇത് നാട്ടിലത്തെ സാധനങ്ങൾ മിഠായികളൊക്കെ കഴിക്കണത്. വേറെന്താ കോലിമിഠായി പുളിമിഠായി ഒക്കെ ഉണ്ടെന്നുണ്ട്. മാംഗോ പാപ്പട വേണ്ട. ഇവിടെ നല്ല പിടപ്പൻ്റെ കൂസ് മോഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും ഞാൻ. വെറുതെ എന്തിനാ പാനിപ്പൂരി കവാടം നോക്കി. ഇവിടേക്ക് എത്തിയപ്പോൾ വേറൊരു വൈബായില്ലോ. അതിരസായിട്ട് ഇവിടേക്ക് എത്തിയപ്പോൾ നല്ല കളർഫുള്ളായില്ല. പെട്ടെന്ന് ഒരൊറ്റടിക്ക് ഇവിടേക്ക് വന്നപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ, ഒരു വെറൈറ്റി സ്റ്റൈൽ അതിൻ്റെ ഒക്കെ. പക്ഷെ നല്ല ക്ലീനാട്ടോ. ഫുള്ള് ഗംഭീര ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ക്ലീനാ. ക്ലീൻ എന്ന് പറഞ്ഞ നിലത്തേക്ക് തന്നെ ഒരു വേസ്റ്റ് ആവുന്നു. ഞാൻ പ്രശ്നം കാര്യം തള്ളി മറക്കാൻ വിചാരിച്ചാൽ നടക്കില്ല. തള്ളി മറിച്ചൊന്നല്ല കേട്ടോ, നല്ല ക്ലീനാണ്. അതാണ് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇതിനെന്താണ് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്? സ്വർണ്ണ കളറാണ്. ഇതൊന്നും അറിയില്ല അല്ലേ. നല്ല സ്വർണ്ണ കളറാണ്. കടകളൊക്കെ നോക്കി വാളിൻ്റെ കടയൊക്കെ വലുതായിട്ടുണ്ട്. ഫുള്ള് വാളിൻ്റെ കടകൾ മാത്രമേ. വാളിൻ്റെ ഗംഭീര കടകളവിടെ. ഇവർക്ക് എന്ന് പറഞ്ഞാൽ സിക്കാർ എപ്പോഴും വാളുണ്ടാവില്ല കയ്യിൽ. കാരണം അറിയില്ലുണ്ടാവും. ഞാൻ കാണിച്ചാൽ ഈ ഡ്രസ്സ് കണ്ട ഈ പിള്ളേരെ നോക്കി കണ്ടില്ല. ഇവരുടെ ചെക്കൻ്റെ കയ്യിലൊക്കെ വാള് നോക്കി കണ്ട കൊണ്ടുപോകണം നോക്കി. എന്തിട്ട് സാധനല്ലേ, എന്ത് വലിയ വാള വരല്. ഇവിടെ തലയിൽ കെട്ടണം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ എവിടെയാണോ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഫോണ് ക്യാമറ കൊണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ കലാപാക്കാൻ നിൽക്കൂര്. നമുക്കറിയില്ല. വെറുതെ നമുക്ക് ഇവിടേക്കൊക്കെ കയറി നിന്ന് നോക്കിയൊക്കെ വെറുതെ. എന്തായാലും വെറുതെ നോക്കിയൊക്കെ കേട്ടോ. ഇവിടെ പ്രസാദം കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും. നല്ല രസമായിട്ടാണേ. താജ്മഹലിലേക്ക് കൊണ്ടുള്ളൊരു ഫീല് പോലെ ഫുള്ള് വെള്ള കളർ. നമ്മൾ ഫ്രണ്ടിൽ കയറുമ്പോഴൊരു ഫീലില്ല, അങ്ങനത്തെ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. കാണാനുള്ള ലുക്കല്ല, കയറി വരുമ്പോഴുള്ള ഫീലില്ല. അതാണ് ഉദ്ദേശിച്ചത്. ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് അതിൽ കൂടെ കൊണ്ട് കയറുക. ചെരുപ്പ് ഊരിയിടണം. ചെരുപ്പൊക്കെ ഊരിയിടണം. അപ്പുറത്തോണ്ട് നമുക്ക് മെല്ലെ അപ്പുറത്തേക്ക് പോയി നോക്കാം. ക്യാമറ ചാനലൊക്കെ കയറ്റാൻ പറ്റുകയാണോ എന്ന് അറിയില്ല. നോക്കി നോക്കാം. എന്തായാലും വെറുതെ ഇരിക്കല്ല. ഇവിടെ ഇത് പ്രത്യേക ഒരു കളർ കിട്ടാം മൊത്തത്തിൽ. ഉണ്ടാവും വെളിച്ചൊന്നും മൊത്തത്തിൽ കൂടില്ല. എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടത്തേക്ക്. അതുവരെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്നും ഇത്ര പ്രശ്നം കാണുന്നില്ല. ഞങ്ങളൊന്ന് വയറൊക്കെ കാണിച്ചു കൊടുക്കണം. എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ. ഇവിടെയും കുറേ വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്താ 2.5 ഗ്രൗണ്ട് പോലത്തെ പരിപാടിയൊക്കെ ഉണ്ട്. എല്ലാവരും ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. ചപ്പാത്തി റൊട്ടി വയ്യാത്ത ഒരാളൊക്കെ നോക്കി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ആ ഭക്ഷണം കിട്ടുന്നത്? അവിടെ നിന്ന് എന്താ ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്. പോയി കുറച്ച് വെള്ളം എടുത്ത് നോക്കാം. വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം പോയി എടുത്തിട്ട് വരാം. വെള്ളം കുടിക്കാനുള്ള വെള്ളമാവുന്നുണ്ട്. വെള്ളം വന്നിട്ടുണ്ട്. വെള്ളം കുടിക്കുക, വെള്ളം അതിൽ വയ്ക്കുക.
ഇവിടെ നോക്കിയതിൽ എന്തോ അണ്ടർഗ്രൗണ്ട് പോലത്തെ എന്തോ സാധനം ഫ്രീ ബാഗേജ് റൂം ഇതിന് അടിക്ക് എന്നിട്ട് വെറുതെ നടക്കാറുണ്ട്. ചെരുപ്പൊക്കെ എല്ലാവരും അവിടെ ഇവിടെ ഊരിക്കുന്നതുകൊണ്ട് നോക്കിയാൽ നമുക്ക് നല്ല രസമില്ല കാണാൻ. ഉള്ളിലൊക്കെ യാതൊരു രസം കാണാൻ. നല്ല ചെരുപ്പോടെ വയ്ക്കാൻ മതി. ചെരുപ്പ് ഊരി വെച്ചില്ലെങ്കിൽ അടുത്ത പണിയാവും. ചെരുപ്പ് ഊരി വെച്ചിട്ട് വരാം. വേഗം പുള്ളിക്കിട്ട് പോകാൻ പറ്റുകയാണോ എനിക്ക് നോക്കട്ടെ കേട്ടോ. അങ്ങനെ ചെരുപ്പ് പുള്ളിക്കെടുത്തേക്കട്ടെ കേട്ടോ. അപ്പോൾ ശരി, ചെരുപ്പിന് പേയ്മെൻറ്റ് ഉണ്ടോയെന്ന് അറിയില്ല, നോക്കട്ടെ. അങ്ങനെ ഇതാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലുള്ള വ്യൂ. ഗോൾഡൻ ടെമ്പിൾ ഇതിനുള്ള വീഡിയോ എടുക്കാൻ പാടില്ല എന്നവർ പറഞ്ഞത്. വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ക്യാമറയിൽ എടുക്കരുതെന്ന് പറഞ്ഞേ. ഫോണിലെല്ലാവരും എടുക്കേണ്ടത് കാരണം ഞാൻ പിന്നെ എടുത്തത്. പിന്നെ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഇതെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കൂടെ കിടക്കണം. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കണ്ടില്ലേ, അവിടെ ഗംഭീര തിരക്കാണ്. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. കണ്ടില്ലേ വ്യൂ ഒക്കെ നോക്കി യാതൊരു രസമാട്ടോ അവിടെ. അങ്ങനെ നമുക്ക് വെറുതെ അപ്പുറത്തേക്ക് ഒന്ന് റൗണ്ട് അടിച്ച് നോക്കി നോക്കാം. സൈഡിലൊക്കെ ഫുൾ ആൾക്കാർ കെടുക്കലൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കെടുക്കുക ഇരിക്കുക ഫുൾ പരിപാടിയാണ് അതിൻ്റെ ഉള്ളിൽ. ഇപ്പം എന്തായാലും വെറുതെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാൻ പോയിട്ട് ഇവിടെ കുറേ ആൾക്കാർ കുളിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. നമ്മൾ കുളിക്കാൻ ഇറങ്ങാന്നുള്ളത് ചിന്തിച്ചിട്ടില്ല. നമുക്കറിയില്ലല്ലോ കുളിക്കാൻ തോർത്ത കൊണ്ടുവരണം എന്നുള്ളത്. അല്ലെങ്കിൽ അവിടെ നിന്ന് കുളിച്ചിട്ട് പോകാടുന്നു. പിള്ളേരെ സ്നാനത്തിലിരിക്കണം പോലെ ഇരിക്കണൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല തിരക്കാട്ടാ. ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതുകൊണ്ട് പെണ്ണുങ്ങൾ മാത്രം കയറണാണോ അതിൽ. ഞാൻ വന്ന ടൈം എന്താ വെച്ചാൽ നല്ല ടൈമാ. കറക്റ്റ് നല്ല സൂര്യാസ്തമയത്തിൻ്റെ ടൈം. നോക്കി എന്ത് രസമാണെങ്കിൽ യാതൊരു സൈഡിൽ കാണേ ജാതി വ്യൂ തന്നെ കണ്ടില്ലേ നോക്കി. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ എന്താ സംഭവം എന്നൊന്നും അറിയില്ല. അങ്ങനെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തിപ്പോൾ നമ്മൾ ഫ്രണ്ടിലല്ല ഉള്ളിൽ കയറി കുറച്ച് നേരമായി. അങ്ങനെ ഇവിടുന്ന് ഉള്ളിക്ക് വരിന്ന് കയറൽ നടക്കില്ല. ഗംഭീര തിരക്കാ. തൽക്കാലം നമുക്ക് ഇവിടുന്ന് മെല്ലെ പിട്ടപ്പെടാം. എന്നിട്ട് രാവിലെ അങ്ങനെ ഇറങ്ങാം ഇവിടേക്ക്. എത്തിരോ അങ്ങനെ ഇതാണ് സൂര്യനൊക്കെ അസ്തമിക്കുന്നതുകൊണ്ട് കാണാനില്ല. ഗംഭീര തിരക്ക് അവിടെ കണ്ടില്ലേ. ഉള്ളു തിരക്കാ, രക്ഷയില്ല. ഉള്ളിൽ പ്രസാദം ഉണ്ടെന്ന് പറഞ്ഞാൽ 50 രൂപ 10 രൂപയ്ക്കാന്ന് പറഞ്ഞാൽ അറിയില്ല. നോക്കിയോട്ടെ പോയി നോക്കിയോക്കാം, വാങ്ങിച്ചോക്കാം. എന്തെങ്കിലും ഇവിടെ വന്നിട്ട് വാങ്ങാണ്ടിരിക്കണ്ടല്ലോ. ഗോൾഡൻ ടെമ്പിൾ വന്നിട്ട് കയറാണ്ടിരിക്കുന്ന മോശമല്ലേ. പിന്നൊന്നും നോക്കിയില്ല, കയറാൻ വിചാരിച്ചു. തിരക്ക് ഇവിടേക്ക് എത്തിയപ്പോഴേക്കൊന്ന് കുറഞ്ഞു. അപ്പോൾ പിന്നെ നേരെ കയറാൻ വിചാരിച്ചു. കയറിയിട്ട് വരാം. വരി നിന്ന് ഗംഭീര പണിയായി. 8 മണിയായി. 1.5 മണിക്കൂർ പോസ്റ്റ് ഇട്ടിക്ക്. എന്ത് കാലിൽ കൂപ്പടളക്കി. സൈക്കിൾ ഓട്ടി വന്നിട്ട് പിന്നെ നിൽക്കാൻ വെളുപ്പിള്ളല്ലോ. അങ്ങനെ ഒന്നും പറയണ്ട മക്കളെ. ഇനി നേരെ റൂമിൽ പോകാൻ നോക്കുക. അയ്യ ഈ കാണുന്നത് ഗുരുദ്വാരയിൽ ഭക്ഷണം കഴിക്കാനുള്ള തിരക്കാട്ടാ. എന്ത് തിരക്കെന്ന് വെച്ചിട്ട് പറയുക. അതിൻ്റെ ഉള്ളിൽ കയറി കഴിച്ചു വന്നു. അങ്ങനെ പറയണ്ട മക്കളെ. കഴിച്ചു വന്നതിൻ്റെ കഷ്ടപ്പാട് നമുക്കറിയാമല്ലോ. അങ്ങനെ നമ്മൾ കുറേ നേരം കഷ്ടപ്പെട്ടിട്ട് അവസാനം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗംഭീര പോസ്റ്റ് കിട്ടിയത്. കുറച്ച് പോസ്റ്റ് നേരം കിട്ടിയത്. അതിനുള്ള കുറേ സാധനമുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കത്തിയൊക്കെ ഉണ്ടല്ലോ. ज़्यादा वेट है. जस्ट देखने का परचेस नहीं है. കുറേ വളയാണ് മെയിനായിട്ട് തോന്നുന്നുണ്ട്. കുറേ വളകളുണ്ട്. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. ഒരു നോട്ടം കാണുമ്പോൾ ഒരു ദേഷ്യത്തിലാണോ നോക്കണം അല്ലാണ്ടാണോ നോക്കണം എന്നെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഒരു പ്രശ്നം.
മറ്റേ സാധനം മോളി കയറുന്നോട്ടെ കാശി കയറണോട്ടെ. പാകിസ്ഥാനി സ്യൂട്ടാ, പാകിസ്ഥാനി സ്യൂട്ടൊക്കെ വെക്കണമുണ്ട് കേട്ടോ. അതിനൊരു ചൂട് വരണ അങ്ങനെ മക്കളെ നല്ല തിരക്കുന്നുണ്ട് രാത്രി കഴിഞ്ഞാലും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് ഇങ്ങനെ വരുമ്പോൾ മണാലി ടൗണിലേക്ക് എത്തില്ലേ, അതേപോലത്തെ ഒരു ഫീല്. കളിപ്പാട്ടങ്ങൾ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ പിള്ളേരുടെ. നമുക്ക് നമ്മൾ ഈ കവാടത്തിനുള്ളിൽ കൂടെയാണ് വന്നത്. ഇത് കൊണ്ട് പുറത്ത് കിടക്കണമെങ്കിൽ അങ്ങനെയാണ് കാര്യങ്ങൾ മക്കളെ. അവിടെ ഒരു കടകളിൽ ഒരു വള വാങ്ങിച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ വലയ്ക്ക് കോണത്ത് വൃത്തിയോട്ട വിലയും പറയേണ്ട വരും. കുറേ ടൈപ്പ് സാധനങ്ങളുണ്ട്. അവിടെയൊക്കെ എന്ത് നോക്കി ഭയങ്കര വലുതാ. നമ്മൾ പോകണം എല്ലാ കടയിലും നല്ല തിരക്കാണ്, അത് പ്രശ്നമാണ്. തിരക്കില്ലാത്ത ഇവിടുന്ന് സ്റ്റാർട്ടിങ് തന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഗംഭീര വരും പറയും ഇവർ. നമുക്ക് ഏറ്റവും ബാക്കിൽ നിന്നൊക്കെ വാങ്ങുന്നത് നല്ലത്. കത്തികള് നമുക്ക് നമ്മുടെ വഴിക്ക് തന്നെ പോവാം, അത് നല്ലത്. അവിടെ ആകുമ്പോൾ കുറച്ചും കൂടി വില കുറയും. ഇത് കണ്ടലിന് നമ്മൾ ഒരു നല്ല പിടപെടയ്ക്കും, അതിന് പ്രശ്നം കണ്ട. നമ്മുടെ കവാടം ഇതിനുള്ളിൽ കൂടെ നമ്മൾ പുറത്തേക്ക് കിടക്കണം. അല്ല പുറത്തേക്കല്ല, നമ്മുടെ അപ്പുറത്തേക്ക് കിടക്കണം. അവിടേക്കൊക്കെ നോക്കി ഗംഭീര തിരക്കുക. അതാണ് എൻട്രൻസ്. ഇത് നമ്മുടെ അത്. അപ്പം ശരി, ഞാനേ റൂമിലേക്ക് കുഴപ്പമില്ല. അങ്ങനെ റൂമിലൊക്കെ എത്തി. അങ്ങനെ റൂമിൽ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തു. ഡ്രസ്സൊക്കെ ഉണക്കിയിട്ടുണ്ട്. ഇതാ ഇവിടെ സാധനങ്ങളൊക്കെ വെച്ചു. ഞാനിവിടെ ഉണ്ട്. ഓക്കെ, അപ്പം ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.